കോന്നി കല്ലേലി സ്കൂൾ പരിസരത്ത് കാട്ടാന. കല്ലേലി GM UP സ്കൂളിന് സമീപത്തെ മതിൽ ഉൾപ്പെടെ ആന തകർത്തു. ഭയം കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വാർഡ് കൗൺസിലർ. പരിസരത്തോ ഇന്ന് വരെ നാളിതുവരെയായിട്ട് വർഷങ്ങളായിട്ട് യാതൊരു വിധത്തിലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഭയന്ന് വിറച്ച് കുട്ടികൾ വെളിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീരാജ്, വന്യജീവി ആക്രമണത്തിന്റെ ഭീകരമുഖമാണ് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മുണ്ടൂരിൽ വീട്ടുമുറ്റത്ത് ഒരു വയോധികനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നു. ഇപ്പോഴിതാ സ്കൂൾ മതിൽ അടക്കം തകർത്തുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ കാട്ടാന ഭീതി വിതയ്ക്കുന്നു. എന്നായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ ആകെ വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യമാണുള്ളത്. കോന്നിയിലും സമാനമായ സാഹചര്യം തന്നെയാണ്. ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യമാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് രാവിലെയാണ് ഈ കോന്നി കല്ലേലി ഗവൺമെന്റ് UP സ്കൂളിന് സമീപം കാട്ടാന എത്തുകയും സ്കൂളിന്റെ മതിലടക്കം തകർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. മതിലും ഗേറ്റും അടക്കം തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. പുലർച്ചെ 7:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ആന എത്തിയത് എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. സ്കൂളിലെ കുട്ടികൾ എത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആന ഈ സ്കൂളിന്റെ മതിലും ഗേറ്റും തകർത്തു എന്ന വിവരം അറിയുന്നത്. തുടർന്ന് അധ്യാപകരെത്തി ഈ കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. അവർ പറയുന്നത് ഇതുവരെയും സ്കൂളിന് സമീപം ഇത്തരത്തിലൊരു വന്യജീവി ആക്രമണം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായാണ് സ്കൂളിന്റെ പരിസരത്തേക്ക് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്, ആന എത്തുന്നത്. അതും പകൽ സമയത്ത് എത്തി എന്നുള്ളത് കൂടുതൽ ഭീതി ഉളവാക്കുന്നു എന്നും ഈ ആളുകൾ പറയുന്നുണ്ട്. നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്, ചെറിയ കുട്ടികൾ പഠിക്കുന്ന UP സ്കൂളാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളടക്കം വലിയ ഭീതിയോടെയാണ് നിലവിൽ ഈ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത്. കാരണം ഇതുവരെയും പകൽ സമയത്ത് ഇത്തരത്തിൽ ആനയുടെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. രാത്രികാലങ്ങളിൽ കുറച്ചുകൂടി വനത്തിനോടടുത്ത മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രദേശത്തേക്ക് കാട്ടാനയുടെ ആക്രമണം അതും പകൽ സമയത്ത് എത്തുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും അധ്യാപകരും ഈ രക്ഷിതാക്കളും അടക്കം വലിയ ഭീതിയിലാണ്. സ്കൂൾ HM പറയുന്നത് AEOയ്ക്ക് അടക്കം കത്ത് നൽകിയിട്ടുണ്ട് ഈ സ്കൂളിന്റെ സമയം മാറ്റണം എന്നുള്ളത്. കാരണം 3:30 മണി സമയത്താണ് ഈ ആന കൂടുതലായും കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്തേക്ക് എത്തുന്നത്. ആ സമയത്ത് തന്നെയാണ് സ്കൂൾ വിടുന്നതും. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളായതിനാൽ തന്നെ ഈ ആനയുടെ മുന്നിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ സമയം മാറ്റണമെന്ന രീതിയിൽ പോലും ഒരു പരാതി നൽകേണ്ട സാഹചര്യത്തിലേക്ക് ആ സ്കൂൾ അധികൃതർ എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ഈ ആനയുടെ ആക്രമണത്തിൽ ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആന കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത സ്ഥിതി.